കഥയുടെ തുടക്കത്തിൽ ഒരു കാടാണ് കാണിക്കുന്നത്. ആരും ഇല്ലാത്തൊരു കാട്. ആ കാട്ടിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ഗ്രേസ് എന്നാണ്. അവൾ ആരെയോ തപ്പി നടക്കുന്നുണ്ട്. പക്ഷേ ഈ തപ്പുന്ന ആളെ കിട്ടാനും ഇല്ല. എന്തായാലും അവൾ ആ കാട് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ അവൾ ആ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ വീണ്ടും നടന്ന് അവൾ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെടുകയാണ്. അവൾ ആകെ പേടി കൊണ്ടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടും അവൾ നിലവിളിക്കുകയാണ്. അവൾ ഈ കാട്ടിൽ എങ്ങനെ വന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് കുറച്ച് ദിവസം മുമ്പിലോട്ട് പോകണം. അവൾ ഒരു സിറ്റിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവൾ അവളുടെ മാതാപിതാക്കളായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം അവളുടെ ഫോണിലോട്ട് ഒരു കോള് വന്നു. അവളുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ മരിച്ച അച്ഛനെ കാണാനായിട്ട് അച്ഛന്റെ വീടുള്ള സ്ഥലത്ത് ചെല്ലും. അച്ഛന്റെ ബോഡി അവള് ഏറ്റുവാങ്ങുന്നുണ്ട്. എന്തായാലും ആ ബോഡിയൊക്കെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം, അതായത് അതിനെ സംസ്കരിച്ചതിന് ശേഷം അവൾ അച്ഛന്റെ ഒരു കൂട്ടുകാരനെ വന്ന് കാണുന്നുണ്ട്. ആ കൂട്ടുകാരൻ നമ്മുടെ ഗ്രേസിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അച്ഛന്റെ കുറച്ചധികം സാധനങ്ങൾ. എന്നിട്ട് ആ ഒരു കൂട്ടുകാരൻ ഗ്രേസിന്റെ അച്ഛൻ ഗ്രേസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാർ എടുത്ത് പെട്ടെന്ന് തന്നെ അച്ഛന്റെ വീടുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവൾ ആ വീട്ടിൽ എത്തിപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് അവൾക്കൊരു ഫാമിലി ഫോട്ടോ കിട്ടുന്നുണ്ട്. അവളുടെ അച്ഛൻ, അതുപോലെ തന്നെ ചേട്ടൻ, അമ്മ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അവൾക്ക് എന്തോ വിഷമം പോലെയാണ്. അവളുടെ അച്ഛൻ അവൾക്ക് അത്രയൊന്നും ഇഷ്ടമല്ല. എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. എന്തായാലും ഗ്രേസ് ആ വീടെല്ലാം കയറി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ്മെന്റിലോട്ടും കയറി ചെല്ലുന്നുണ്ട്. അവിടെ ഒട്ടും വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ചിട്ടാണ് നോക്കുന്നത്. എന്നാൽ പെട്ടെന്നായിരിക്കും മുകളിലൂടെ ആരോ നടക്കുന്നത് പോലുള്ള ശബ്ദം അവള് കേൾക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവള് മുകളിലോട്ട് ഓടി ചെന്നിട്ട് ആരാന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. കുറെ അധികം കാട് മാത്രമാണ് അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനുശേഷം അവൾ അവളുടെ അങ്കിളിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്കിളിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്കിളിന്റെ കൂടെ തന്നെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അങ്കിള് ഭാര്യ മരണപ്പെട്ടു പോയെന്ന് പറയാണ്. അതുപോലെ തന്നെ ഗ്രേസിന് ഒരു സഹോദരനുണ്ട്, ഡേവിഡ് എന്നാണ് പേര്. ആ ഡേവിഡ് എവിടെ പോയെന്ന് ഗ്രേസിന് അറിയത്തില്ല. കുറെ നാളായി ഡേവിഡിനെ കണ്ടിട്ട്. ഡേവിഡിന് അവകാശപ്പെട്ട പൈസ അല്ലെങ്കിൽ അച്ഛന്റെ കുറച്ചധികം സ്വത്തുക്കള് ഡേവിഡിനോട് അവകാശപ്പെട്ടതുണ്ട്. അപ്പൊ അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ അവന് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് അങ്കിളിനോട് പറയുമ്പോൾ അങ്കിള് ഡേവിഡിനെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഈ ഡേവിഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. അച്ഛനുമായിട്ടും അമ്മയായിട്ടൊക്കെ തെറ്റിയിട്ട് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഗ്രേസ് അവനെ കണ്ടിട്ട് കുറെ അധികം നാളായി. ഇപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, അങ്കിളിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അങ്കിളിനെ കണ്ടതിന് ശേഷം അവൾ ഒരു ഷോപ്പിൽ വരുന്നുണ്ട്. എന്തോ ഒരു സാധനം വാങ്ങാനായിട്ട് വന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ കുറെ അധികം മനുഷ്യർ മിസ്സായ ഫോട്ടോ അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറെ അധികം മനുഷ്യരെ കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ അവരെ അന്വേഷിക്കാനായിട്ടുള്ള പോസ്റ്റർ ഒട്ടിച്ചു വെച്ചേക്കാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്കിളിന്റെ ഭാര്യയുണ്ട്, അതായത് ആന്റിയുണ്ട്. പക്ഷെ അങ്കിൾ എന്താണ് പറഞ്ഞത്, ആന്റി മരണപ്പെട്ടു പോയെന്നല്ലേ. ഗ്രേസിന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാർ എടുത്ത് നേരെ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. കുറെ അധികം പാവപ്പെട്ട മനുഷ്യരൊക്കെ താമസിക്കുന്നത്, അതായത് വീടൊന്നും ഇല്ലാത്ത മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ വല്ലോ ഇനി ഡേവിഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഈ ഡേവിഡ് എന്ന് പറഞ്ഞാല് ഗ്രേസിന്റെ സഹോദരനാണ്, മറന്നുപോകല്ലേ. എന്തായാലും അവൾ അവിടെ വന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്ന് നോക്കുമ്പോൾ കുറെ അധികം മനുഷ്യർ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ കയറ്റി വിടുന്ന ഒരാളും ഉണ്ട്. അയാളെ ഗ്രേസിന് നേരത്തെ അറിയാം. അയാളെ നോക്കി വെക്കുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൾ ആ ബിൽഡിങ്ങിലെല്ലാം കയറി അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ തന്നെ ഒരു ലേഡി ഇരിപ്പുണ്ട്. ആ ലേഡിയോട് ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഡേവിഡിനെ അറിയാമോ? അവനെ പറ്റി പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ പൈസ തരാന്ന്. എന്നാൽ ആ ലേഡി ഓരോ ഭ്രാന്ത് പിടിച്ച വർത്തമാനങ്ങളൊക്കെ പറയാണ്. നിന്നെ കൊണ്ട് ഡേവിഡിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല, ഇനി എത്ര ശ്രമിച്ചാലും സാധിക്കത്തില്ല എന്നൊക്കെ പറയാണ്. ഗ്രേസിന് ഒരു കാര്യം മനസ്സിലായി, ഇവര് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. എന്നിട്ട് ഡേവിഡിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും. അവൾ പരാതിയെ കൊടുത്ത് തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ തന്നെ കുറെ അധികം മനുഷ്യര് കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയിൽ തന്നെ കുറെ അധികം മനുഷ്യര് കാണാതെ പോകുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി എന്തായാലും ഈ കൂട്ടത്തിൽ ഡേവിഡ് കാണുമെന്ന്. പിന്നീട് അന്ന് രാത്രിയാവുന്ന നേരത്ത് അവൾ നേരത്തെ ഒരു ബിൽഡിങ്ങിൽ പോയില്ലേ ഡേവിഡിനെ അന്വേഷിച്ചുകൊണ്ട്, അവിടെ വെച്ചൊരു മനുഷ്യനെ കണ്ടില്ലേ. ആ ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെല്ലും. അയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? അയാൾ മറ്റാരുമല്ല, നമ്മുടെ ഗ്രേസിനെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. ആ ടീച്ചറിനോട് സംസാരിക്കും, ഡേവിഡ് എവിടെയാണ് പോയത്, ഡേവിഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്ന്. എന്നാൽ അയാൾക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ഡേവിഡ് എവിടെ പോയിട്ടുണ്ടെന്ന് അയാൾക്കറിയാം. ആ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ അറിയാം. എന്നാൽ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇയാൾക്ക് പൈസ കൊടുക്കണമെന്ന് പറയും. ഗ്രേസ് ഒരു 2 ഗ്രാൻഡ് പറയും. പക്ഷെ ഇയാൾ 10 ഗ്രാൻഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഗ്രേസിന് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ പൈസ കൊടുക്കാൻ സമ്മതിക്കുകയാണ്. ഇയാൾ ആ സ്ഥലത്ത് അവിടെ എത്തിക്കുമ്പോൾ 5 ഗ്രാൻഡും അവനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ 5 ഗ്രാൻഡുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡേവിഡ് ഉള്ള കാട്ടിലോട്ട് പോകാന്ന് തീരുമാനം എടുക്കുന്നുണ്ട്. ഗ്രേസിന് ഇയാള് ആ ഒരു കാട്ടിലെത്തിക്കാന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഗ്രേസ് അവളുടെ അമ്മേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അമ്മ ആ നാട്ടിൽ തന്നെ ഉള്ളത്. അവരെ വന്ന് കണ്ടിട്ട് അവരോട് ക്ഷമ പറയും. ഇവള് പണ്ട് 15 വയസ്സിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണ്, അച്ഛന്റെ ഉപദ്രവം ഒന്നും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ അവളെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത് ഡേവിഡാണ്, സഹോദരനാണ്. അതുകൊണ്ടാണ് സഹോദരനെ തേടി നടക്കുന്നത്. ഇപ്പൊ അമ്മയോട് പറയാണ്, ഞാൻ എന്തായാലും ഡേവിഡിനെ കണ്ടുപിടിക്കുമെന്ന്. എന്നാൽ അമ്മ അവളോട് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്തായാലും ഡേവിഡിനെ
ഡേവിഡിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. നീയും അവനെ അന്വേഷിച്ച് പോവാണെങ്കിൽ എന്തായാലും നിന്നെയും കാണാതെ പോകും. അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വട്ടാണ് പറയുന്നത്, അങ്ങനെയും നല്ല കാര്യങ്ങൾ എനിക്ക് ഡേവിഡിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീട് അവൾ അങ്കിളിനെ വന്ന് കാണുന്നുണ്ട്. അങ്കിളിനെ വന്ന് കാണുമ്പോഴും അങ്കിളും സെയിം ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അവനെ തപ്പി പോണ്ട, നിന്നെയും കാണാതെ പോകുന്നു. പക്ഷെ അവൾ കേൾക്കത്തില്ല. ഇവൾക്ക് കുടുംബക്കാരോട് എല്ലാരോടും നല്ല വൈരാഗ്യമാണ്. കാരണം കുട്ടിക്കാലത്ത് ഇവളുടെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ഇവളെയും ഡേവിഡിനെയും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, അതുപോലെ തന്നെ അമ്മേനെ. ആ ഒരു കാര്യങ്ങളൊന്നും സഹിക്കാൻ വയ്യാതെയാണ് അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി നല്ലൊരു ജോലി വാങ്ങിച്ചത്. അതും സിറ്റിയിലാണ് വാങ്ങിച്ചത്. ഇപ്പൊ അച്ഛന്റെ മരണശേഷം എല്ലാരും കാണാനായിട്ട് വന്നപ്പോൾ സഹോദരനെ കാണാനില്ല. എന്തായാലും അങ്കിളിനോട് വഴക്ക് വിട്ടിട്ട് അവൾ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് നേരെ ടീച്ചറിന്റെ കൂടെ ആ ഒരു കാട്ടിൽ എത്തിപ്പെടുകയാണ്. അവർ രണ്ടുപേരും കൂടെ കാർ എടുത്തിട്ടാണ് ആ കാട്ടിൽ വന്നേക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ കാറൊക്കെ ഒതുക്കിയിട്ട് ആ കാട്ടിലോട്ട് നടന്നു പോകുന്ന നേരത്ത് അവിടെ തന്നെ കുറേയധികം കാറുകൾ ഒതുക്കിയിട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ കാട്ടിൽ വന്ന കുറേയധികം മനുഷ്യരെ കാണാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഗ്രേസിന് ഒരുപാട് പേടിയാവുന്നുണ്ട്. അവൾ പേടിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ ടീച്ചർ വന്ന് അവളെ സമാധാനപ്പെടുത്താണ്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, നിന്നെ ഞാൻ എന്തായാലും ഡേവിഡിന്റെ അടുത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ആ കാട്ടിലോട്ട് യാത്ര തിരിക്കും. ഒരുപാട് നേരത്തെ യാത്രയുണ്ട്, ഒരു ദിവസം കൊണ്ടൊന്നും എത്തിപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ രാത്രി ടെന്റൊക്കെ കെട്ടിയിട്ടാണ് അവരവിടെ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. ഇതിനുശേഷം പിറ്റേന്നാകുമ്പോൾ വീണ്ടും ഇവർ യാത്ര തിരിക്കും. എന്നാൽ കുറച്ചു ദൂരം പോകുമ്പോൾ ഗ്രേസിന്റെ ഫോൺ കാണാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ സംശയിക്കുന്നത് ടീച്ചറിനെയാണ്. ടീച്ചറിനോട് വഴക്കിടുന്നുണ്ട്, എന്റെ ഫോൺ താടോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അയാളുടെ ബാഗും അയാളുടെ ഡ്രസ്സും പോക്കറ്റും എല്ലാം അയാൾ കാണിച്ചു കൊടുക്കുകയാണ്. അയാൾ ഗ്രേസിന്റെ ഫോൺ എടുത്തിട്ടില്ല. എന്തായാലും അവൾ ഇയാളാണ് ഫോൺ എടുത്തതെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നടന്ന് മാറിപ്പോവാണ്. പക്ഷെ ടീച്ചർ ഫോണൊന്നും എടുത്തിട്ടില്ല. വീണ്ടും ഇവർ രണ്ടുപേരും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വഴി കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ടീച്ചർ ഒരു മാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാപ്പ് അയാൾ നോക്കി നിൽക്കുമ്പോൾ ഗ്രേസ് അയാളോട് വീണ്ടും വഴക്കുണ്ടാക്കും. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാണ്, എന്നെ കൂടെ ആ മാപ്പ് കാണിക്കുന്നു പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അവൾക്ക് കുറച്ച് വിശ്വാസം വരാനായിട്ട് ടീച്ചർ ആണെങ്കിൽ എന്തോ ഒരു വോക്കി ടോക്കി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു വോക്കി ടോക്കി. ഇവർ ഇടയ്ക്ക് വെച്ച് മിസ്സായി പോവാണെങ്കിൽ അതുവഴി സംസാരിച്ച് കറക്റ്റായിട്ടുള്ള സ്ഥലം അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തായാലും ആ വോക്കി ടോക്കി കൊടുക്കുമ്പോൾ അവൾക്ക് സാറിനോട് ചെറിയൊരു വിശ്വാസമൊക്കെ വഴിയാണ്. രണ്ടുപേരും കൂടെ വീണ്ടും നടന്നു തുടങ്ങും. അന്ന് രാത്രി വന്ന നേരത്ത് അവർ വീണ്ടും ടെന്റ് അടിച്ചിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം അവൾ വഴക്കിടുന്നില്ല, പകരം രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഗ്രേസിന്റെ പഴയകാല കാര്യങ്ങളൊക്കെ പറയാണ്. പണ്ട് ഒരു ദിവസം അച്ഛനാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് ഇവളെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. ഇവള് വീട്ടിൽ നിന്ന് ഓടി നേരെ പോയതോ ഒരു കാട്ടിലായിരുന്നു. അങ്ങനെ ഡേവിഡാണ് ഇവൾ ആ കാട്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി സിറ്റിയിലോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ അവൾ സിറ്റിയിൽ പോയി രക്ഷപ്പെട്ടു. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സാറിന് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അവളൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അതുമല്ല നാളെ രാവിലെ തന്നെ യാത്ര തിരിക്കണം, തൽക്കാലത്തേക്ക് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടും. ഇവള് ഉറങ്ങാനായിട്ട് ടെന്റിൽ പോയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറും പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ എണീക്കുന്നത് ഗ്രീസാണ്. ഗ്രീസ് രാവിലെ തന്നെ എണീറ്റിട്ട് സാറിനെ വിളിക്കാനായിട്ട് ചെല്ലും. എന്നാൽ ടെന്റ് ചെന്ന് തുറന്നു നോക്കുമ്പോൾ സാറിനെ കാണാനായിട്ടില്ല. അവള് പെട്ടെന്നൊന്ന് പേടിച്ചു പോവാണ്. സാർ എവിടെ പോയെന്ന് അറിയാനായിട്ട് പാടില്ല. അവൾ ആ കാട്ടിൽ മൊത്തം പരതി നടക്കും. നമ്മൾ ആദ്യം കണ്ടില്ലേ അതേപോലെ തന്നെ. എന്നാൽ സാറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവൾ ആ കാട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നോക്കുമ്പോൾ നടന്ന് വീണ്ടും അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെടുകയാണ്. എന്തായാലും ഇനി നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നേരവും ഒരുപാട് വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെന്റൊക്കെ കെട്ടി അവൾ അവിടെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്നായിരിക്കും വോക്കി ടോക്കിൽ നിന്ന് ശബ്ദം കേൾക്കുക. ഇവള് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു പോവാണ്. അതിൽ നിന്ന് ആരോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേസിനെ പോലെ ആരോ ഒരാളും കൂടെ ഈ കാട്ടിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ആളാണ് ഗ്രേസിനോട് സംസാരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി അവർക്ക് രണ്ടുപേർക്കും കണ്ടുമുട്ടാനായിട്ട് പറ്റത്തില്ല. കാരണം രാത്രിയാണ്, ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ കണ്ടുമുട്ടാന്ന് അവർ തീരുമാനിക്കും. അതേപോലെ തന്നെ പിറ്റേന്നാകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വോക്കി ടോക്കിയിൽ സംസാരിച്ചിട്ട് യാത്ര തിരിക്കും. ഗ്രേസ് ഒരു മലമുകളിൽ പോയി നിൽക്കുന്നുണ്ട്. ആ മലമുകളിൽ പോയി നിന്നിട്ട് ഒരു മലയുടെ ആകൃതി പറഞ്ഞു കൊടുക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും മനസ്സിലാവുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേര് മൈക്കിൾ എന്നാണ്. അപ്പൊ രണ്ടുപേരും കൂടെ അതേ സെയിം മലമുകളിൽ എത്തിപ്പെടാന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ആ മലമുകളിൽ കയറാനായിട്ട് നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ കുറെ നേരം നടന്നിട്ട് ഒരു പാറ ഉള്ള സ്ഥലത്ത് വരുന്നുണ്ട്. അവളുടെ തൊട്ട് മുകളിലായിട്ട് ഒരു പാറയുണ്ട്. അതിൽ വലിഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾ കയറി മുകളിൽ എത്തുന്ന നേരത്ത് പിന്നിലൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കാം. പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ എന്തോ വന്ന് തള്ളിയിടുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ മലയിൽ നിന്ന് താഴെ വന്ന് വീഴും. അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് കുറെ കഴിയുമ്പോഴായിരിക്കും അവൾക്ക് ബോധം വരുന്നത്. അതും പിറ്റേ ദിവസം ആയിട്ടുണ്ട്. അവൾ എണീക്കാനൊക്കെ നോക്കുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. അവളുടെ കാല് നല്ല പരിക്കാണ് അവളുടെ കാലിന് പറ്റിയിരിക്കുന്നത്. അവളുടെ കാല് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു വേദന സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ നിന്നൊരു കമ്പെടുത്തിട്ട് നടന്ന് ദൂരോട്ട് പോവാണ്. ഡേവിഡിന്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു മലമുകളിൽ എത്തിപ്പെടണ്ടേ. അവൾക്ക് ഇതുവരെ അറിയത്തില്ല സാർ എവിടെ പോയെന്നുള്ള കാര്യം. എന്തായാലും സാറിനെ അന്വേഷിച്ചിട്ട് ഇനി കാര്യമില്ല. അവൾ കിട്ടിയ വടിയെടുത്ത് ഉന്തി ഒരു സ്ഥലത്ത് വരികയാണ്. അവിടെ വന്നിരുന്നിട്ട് ഒരു മരം ചെത്തി അതിനെ മൂർച്ച കൂട്ടുന്നുണ്ട്. എന്തേലും ജീവി അല്ലെങ്കിൽ എന്തേലും ഒരു മനുഷ്യനെ അവൾ ആക്രമിക്കാൻ വന്ന പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു
ആയുധം റെഡിയാക്കുന്നത്. അവൾ അതും ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നിലൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതുപോലെ പിന്നിലായിട്ട് ഒരു ടെന്റും കെട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് അവള് കെട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടിയതായിരിക്കാം. എന്തായാലും അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. അവള് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആരുടെ ശബ്ദമല്ലേ കേട്ടേക്കുന്നത്. അവള് പതിയെ ഒളിഞ്ഞിരുന്നിട്ട് വോക്കി ടോക്കി എടുത്തിട്ട് മൈക്കിളിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. മൈക്കിൾ ആരാന്നറിയാലോ, വോക്കി ടോക്കി വഴി സംസാരിച്ച ആ ഒരു മനുഷ്യൻ. മൈക്കിൾ നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അവൻ ടെന്റിന്റെ അടുത്ത് എത്തിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവള് നോക്കുമ്പോൾ മൈക്കിളിനെ കാണാനായിട്ടില്ല. പെട്ടെന്നായിരിക്കും മൈക്കിളിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വരുന്നത്. നിന്നെ ഞാൻ കൊല്ലോടി, നിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടെന്നൊക്കെ പറയും. അവൾ ആകെ ഒന്ന് വിറച്ചു പോവാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയാനായിട്ട് പാടില്ല. മൈക്കിൾ ഇത്രയും നേരം നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നില്ലേ. പെട്ടെന്ന് തന്നെ വോക്കി ടോക്കിയിൽ നിന്ന് സംസാരം അങ്ങ് നിന്നു പോവാണ്. ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാനായിട്ടില്ല. അവള് പേടിച്ച് ഉറച്ച് ടെന്റിൽ വന്ന് കിടക്കാനായിട്ട് തുടങ്ങും. അതുപോലെ ഇടയ്ക്ക് അവള് ഞെട്ടി എണീക്കുന്നുണ്ട്. രാത്രി സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവള് വന്നപ്പോൾ ഒരു ടോർച്ച് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് ചുറ്റും അടിച്ചു നോക്കുകയാണ്. എന്നാൽ ആരെയും കാണാനായിട്ടില്ല. പക്ഷെ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെ രൂപങ്ങള് അവള് കാണുന്നുണ്ട്. പക്ഷെ അത് അവളുടെ തോന്നലായിരിക്കാം. അതൊന്നും അവൾക്ക് അറിയത്തില്ല. എന്തായാലും അവള് പതിയെ ആ ശബ്ദം കേട്ടെടുത്തോട്ട് പോവാന്ന് തീരുമാനിച്ചിട്ട് ആ ശബ്ദം കേട്ടെടുത്തോട്ട് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ബോഡി അവൾക്ക് കാണാം. ഇതാരുടെ ബോഡിയാന്ന് അവൾക്ക് അറിയത്തില്ല. അവള് പതിയെ അതിന്റെ പോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു ID കാർഡ് പുറത്തെടുക്കുന്നുണ്ട്. ആ ID കാർഡ് നോക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും. അവളോട് നേരത്തെ സംസാരിച്ച മൈക്കിളിന്റെ ബോഡിയാണത്. പക്ഷെ ആ ഒരു ബോഡിക്ക് ഒരുപാടധികം പഴക്കമുണ്ട്. കുറച്ചു നേരം മുമ്പ് അവളോട് സംസാരിച്ച മനുഷ്യനാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഇയാൾ മരണപ്പെട്ടതിന് ശേഷം അവളോട് ആരായിരിക്കും സംസാരിച്ചത്, ഇതൊന്നും അവൾക്ക് അറിയത്തില്ല. അന്നേരം തന്നെ ദൂരെ നിന്ന് കുറച്ച് വെളിച്ചം കാണാം. അതുപോലെ തന്നെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ അടുത്ത് ഒളിച്ചിരിക്കുകയാണ്. അവൾ അവിടെ ഒളിഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ പന്തം കത്തിച്ച് നടന്നു പോകുന്നുണ്ട്. അതെന്ത് മനുഷ്യനാണെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ജീവിയോ അല്ലെങ്കിൽ മനുഷ്യനോ ആയിരിക്കണം. അതങ്ങനെ നടന്നു പോവാണ്. അവൾ ഒന്നും മിണ്ടാതെ പേടിച്ച് വിറച്ച് ആ മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം അലറിയ വിളിക്കുക എന്തേലും ചെയ്താൽ, ആ ഒരു മനുഷ്യൻ വന്ന് അവളെ എന്തേലും ചെയ്താലോ, ആ ഒരു പേടിയിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രി അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നുണ്ട്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് അവൾ ഒരു വടി എടുത്തിട്ട് ഉന്തി ഉന്തി നടക്കാനായിട്ട് തുടങ്ങും. നടന്നൊരു ഗുഹയുടെ അടുത്ത് എത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ഗുഹയിലോട്ട് പോകാനായിട്ട് അവൾക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങും. പോകുന്ന വഴിക്ക് അവളുടെ കയ്യിലുള്ള ആ ഒരു ടോർച്ച് ലൈറ്റും അവിടെ വീണ് പോകുന്നുണ്ട്. എന്നാൽ അവൾ അറിയുന്നില്ല. അവൾ പതിയെ നടന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവൾ ആ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് കുറച്ചു നേരം മയങ്ങിപ്പോവും. പക്ഷെ ബോധം വന്ന് നോക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് കുറേയധികം മനുഷ്യരുണ്ട്. എല്ലാവരും ജീവനുള്ള മനുഷ്യരാണ്. കുറച്ച് മനുഷ്യരെ കണ്ടല്ലോ, ഇനി അവരുടെ കൂടെ ചേർന്നിട്ട് അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്നുള്ള ആ ഒരു ചിന്താഗതി വരികയാണ്. അവളുടെ കാലൊന്നും വയ്യ, ഒട്ടും നടക്കാൻ വയ്യ. അവരെ സഹായിക്കുമെന്ന് വിചാരിച്ച് അവൾ നിൽക്കുമ്പോൾ കുറേയധികം കാട്ടുവാസികളെ പോലുള്ള മനുഷ്യര് ഷർട്ടൊന്നും ഇടാതെ എന്തൊക്കെയോ കുറച്ച് തുണിയൊക്കെ വെച്ച് മറച്ചേക്കുന്ന മനുഷ്യരാണെങ്കിൽ അങ്ങോട്ട് ഓടി വരികയാണ്. അവരുടെ തലയിലാണെങ്കിൽ ചെളി വെച്ച് എന്തൊക്കെയോ രൂപങ്ങൾ പണിതിട്ടുണ്ട്. അവര് വന്നിട്ട് കത്തിക്ക് ഈ മനുഷ്യരെ കുത്തി കൊന്നു കളയാണ്. അത്രയും മനുഷ്യരെ അവർ കുത്തി കൊന്നു കളയും. ഇതെല്ലാം ഗ്രേസ് കണ്ട് പേടിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ അതേ സമയം സൂര്യനെ മറയ്ക്കുന്നുണ്ട് ചന്ദ്രൻ. അതെന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ മറയ്ക്കുകയാണ്. സൂര്യപ്രകാശം മങ്ങുന്നുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതും കണ്ട് പേടിച്ച് ഓടാനായിട്ട് നിൽക്കുമ്പോൾ അവളുടെ പിന്നിലൂടെ ഇതേപോലെ ഒരു കാട്ടുവാസി മനുഷ്യൻ വന്നിട്ട് അവളുടെ തലയിൽ എന്തോ ഇട്ട് പിടിക്കുകയാണ്, എന്തോ തുണിയിട്ട് പിടിക്കുകയാണ്. പിന്നീട് അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവൾ ഒരു മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതുമല്ല മരത്തിന്റെ മുകളിലായിട്ട് കുറേയധികം ഡെഡ് ബോഡികൾ പ്ലാസ്റ്റിക്കിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഓപ്പോസിറ്റ് തന്നെ ഒരു മനുഷ്യനെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. തലയിൽ ഒരു തുണി ഇട്ടിട്ടുണ്ട്. ഇവൾ അയാളെ വിളിച്ചുണർത്താനായിട്ട് ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അന്നേരം ആ ഒരു കാട്ടുവാസി മനുഷ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. മുഖംമൂടിയൊക്കെ വെച്ച ആ ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് കെട്ടിവെച്ചിരുന്ന മനുഷ്യന്റെ തലയിലുള്ള ആ ഒരു മുഖംമൂടി എടുത്ത് മാറ്റാണ്. എടുത്ത് മാറ്റുമ്പോൾ അത് മറ്റാരും അല്ല, അവളുടെ ടീച്ചർ തന്നെയാണ്. ഇത് കണ്ട് അവൾ ആകെ അമ്പരന്ന് പോവാണ്. എന്തായാലും ഇപ്പം വന്ന ആ ഒരു മനുഷ്യനില്ലേ, കാട്ടുവാസി മനുഷ്യൻ, അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് മാറിപ്പോകുന്ന നേരത്ത് അവൾ ടീച്ചറിനെ വിളിച്ചെണീപ്പിക്കാനായിട്ട് നോക്കും, ശബ്ദം ഉണ്ടാക്കാനായിട്ട് നോക്കും. പക്ഷെ നടക്കുന്നില്ല. അയാൾക്ക് ചെറുതായിട്ട് എവിടെയൊക്കെ ബോധം ഉണ്ടെങ്കിലും അയാൾ ഇത് അറിയുന്ന പോലുമില്ല. എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് രണ്ടുപേർക്കും ബോധം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രേസിനും ടീച്ചറിനും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അന്നേരമായിരിക്കും ഒരു 2-3 മനുഷ്യര്, കാട്ടുവാസി മനുഷ്യരാണ്. അവര് വന്നിട്ട് ബോഡികളൊക്കെ എടുത്തോണ്ട് പോകുന്നത്, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ബോഡികളൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അതിലൊരു ബോഡിക്ക് ജീവനുണ്ട്. ആ ഒരു ജീവനുള്ള ബോഡീനെ അവര് വെറുതെ വിടുന്നുണ്ട്. എന്തിനാ വെറുതെ വിട്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ വെറുതെ വിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാട്ടുവാസി മനുഷ്യര് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. അവര് പോയതും അങ്ങോട്ട് വേറൊരു മനുഷ്യൻ വരുന്നുണ്ട്. ആ ഒരു മനുഷ്യനും കാട്ടുവാസികളുടെ കൂട്ടത്തിലുള്ളതാണ്. എന്നാൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ മറ്റാരുമല്ല, ഡേവിഡാണ്. അതായത് ഗ്രേസിന്റെ സഹോദരൻ. ഇവനെ കണ്ടിട്ട് അവൾ അമ്പരന്ന് പോവാണ്. എന്താടാ നീ ഇവിടെ ചെയ്യുന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവ ഒരു
പ്ലേറ്റ് ഫുഡ് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുകയാണ്. അവളോട് കഴിക്കാനായിട്ട് പറയും. എന്നാൽ അവൾക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവളെ കെട്ടിയിട്ട് ആ ഒരു കയറൊക്കെ അയച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കയറൊക്കെ അയച്ചു കൊടുത്തിട്ട് സഹോദരൻ അവിടെ നിന്ന് മാറിപ്പോവും. ഗ്രേസ് എത്രയും പെട്ടെന്ന് തന്നെ ഇഴഞ്ഞിഴഞ്ഞ് ടീച്ചറിന്റെ അടുത്ത് ചെന്നിട്ട് ടീച്ചറിനെ വിളിച്ചെണീപ്പിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ എത്ര എണീപ്പിച്ചിട്ടും ടീച്ചറിന് നല്ല രീതിയിൽ ബോധം വന്നിട്ടില്ല. പെട്ടെന്നായിരിക്കും സഹോദരൻ അങ്ങോട്ട് വന്നിട്ട് ഈ ടീച്ചറിനെ പലതവണയായിട്ട് കുത്തി കുത്തി കൊന്നു കളയുന്നത്. അതും ഗ്രേസിന്റെ മുമ്പിൽ വെച്ചാണ് കുത്തി കുത്തി കൊന്നു കളയുന്നത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇവര് കാട്ടുവാസി മനുഷ്യരൊന്നും അല്ല. ഇവരൊരു കൾട്ട് ഗ്രൂപ്പാണ്. അതായത് ഒരു കൂട്ടായ്മ. സാധാരണ മനുഷ്യരെ എന്തോ ഒരു സാത്താന് വേണ്ടിയിട്ട് അവർ കുത്തി കുത്തി കൊന്നു കളയും. ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരംഗമാണ് ഈ സഹോദരൻ. സഹോദരനെ കാണാതെ പോയതൊന്നുമല്ല, അവൻ ഈ കാട്ടിൽ വന്നതാണ് മനഃപൂർവ്വം തന്നെ. കുറച്ച് ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് പാവപ്പെട്ട മനുഷ്യരെ സാത്താന് വേണ്ടി ബലി കൊടുക്കും. ഇതാണ് സംഭവം. ഇതിപ്പോ നമ്മുടെ ഗ്രേസിന് മനസ്സിലായി. ഗ്രേസിന് ഇത് കണ്ടു നിൽക്കാൻ മാത്രമല്ലേ കഴിയത്തുള്ളൂ. അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ഒരു ബിൽഡിംഗ് ഉള്ള സ്ഥലത്ത് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നുണ്ട്. അവൾക്ക് നടക്കാനായിട്ട് സാധിക്കത്തില്ല. കാലിൽ പൊട്ടലുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഒരു കത്തിയുണ്ട്. ചിലപ്പോൾ അവള് പോക്കറ്റിൽ വല്ലതും വെച്ച കത്തിയായിരിക്കാം. അതിപ്പോ അവളെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അവൾ ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ട് വന്നാൽ എന്തായാലും തിരിച്ചു ഉപദ്രവിക്കും. അത് ഉറപ്പാണ്. നല്ല രീതിയിൽ പേടിച്ചിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അന്നത്തെ രാത്രി കടന്നു പോകുന്നുണ്ട്. ആ രാത്രിയാണെങ്കിൽ കുറച്ചധികം മനുഷ്യര്, ഡേവിഡും വേറെ കുറച്ച് മനുഷ്യരും കൂടെ എന്തോ കർമ്മങ്ങൾക്കായിട്ട് തീ ഇട്ടിട്ട് ആ തീക്ക് ചുറ്റും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവന്മാര് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. മുഖത്ത് എന്തൊക്കെയോ മുഖംമൂടിയും വെച്ചിട്ടുണ്ട്. ഇതൊരു കൾട്ട് ഗ്രൂപ്പാണ്. അറിയാലോ, മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് നമ്മുടെ ഗ്രേസിന് ബോധം വന്നിട്ടുണ്ട്. അവളൊരു കമ്പ് എടുത്തിട്ട് എങ്ങനെയൊക്കെ ഉന്തി ഉന്തി അവൾ നേരത്തെ ഒരു ഗുഹ കണ്ടില്ലേ, അവിടെ വരുന്നുണ്ട്. ഇപ്രാവശ്യം അവൾക്ക് ധൈര്യമുണ്ട്. കാരണം ഇത് മനുഷ്യരാണ് ചെയ്തേക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ ഒരു ടോർച്ച് ലൈറ്റും എടുത്തിട്ട് അവൾ ആ ഗുഹയിലോട്ട് ഉന്തി ഉന്തി നടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവളുടെ സഹോദരനാണ്. അവൻ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ പേര് വിളിച്ച് നോക്കുന്നുണ്ട് ഗ്രേസ്. എന്നാൽ യാതൊരു വിവരവും ഇല്ല. അതായത് അവൻ വിളി കേൾക്കുന്നില്ല. പെട്ടെന്നായിരിക്കും പിന്നിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ ഒന്നും കാണാനായിട്ടില്ല. അവൾ പതിയെ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ മുമ്പിലായിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നു. അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് ആ ഒരു രൂപത്തിന് കുത്തുകയാണ്. എന്നാൽ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അവളുടെ സഹോദരനാണ്. അവളുടെ സ്വന്തം സഹോദരൻ അവൾ കുത്തി കൊന്നു. അവൻ ഉടനടി താഴെ മറിഞ്ഞു വീഴുകയാണ്. അവൻ മരണപ്പെട്ടു പോയി. ഇത് കണ്ട് അവൾ ആകെ തകർന്ന് അവിടെ ഇരുന്ന് പോവാണ്. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അവൾക്ക് അറിയത്തില്ല. അറിയാതെ കുത്തിപ്പോയതാണ്. ഇപ്പൊ സഹോദരൻ മരണപ്പെട്ടു പോയി. അന്നേരമായിരിക്കും അവളുടെ കുറച്ചധികം ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അങ്കിള്, കാണാതെ പോയ ആന്റി, അമ്മ, അതുപോലെ തന്നെ അച്ഛന്റെ കൂട്ടുകാരൻ, പിന്നെ അച്ഛനും ഉണ്ട്. അച്ഛൻ മരിച്ചിട്ടില്ല. അച്ഛന്റെ മരണം ഇവരെല്ലാരും കൂടെ ഫേക്ക് ചെയ്തതാണ്. നമ്മുടെ ഗ്രേസിനെ ഈ ഒരു സ്ഥലത്തോട്ട് വിളിച്ചു വരുത്താനായിട്ട് എല്ലാരും കൂടെ അച്ഛൻ മരണപ്പെട്ടു എന്ന് കള്ളം പറഞ്ഞാണ്. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. മറ്റൊന്നുമല്ല, ഗ്രേസിന്റെ സഹോദരൻ, വേറെ കുറച്ച് ആൾക്കാർ, അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ അങ്കിള്, ആന്റി, പിന്നെ അച്ഛന്റെ കൂട്ടുകാരൻ, ഇവരെല്ലാരും ഈ ഒരു മനുഷ്യബലി കൊടുക്കുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രേസിനെ കൂടെ ചേർക്കണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രേസിനെ സാധാരണ പോലെ വിളിച്ചാൽ അവള് വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ മരണം അവര് വരുത്തി തീർത്തിട്ട് ഗ്രേസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ കൾട്ടിൽ ചേർക്കാനായിട്ട്. എന്നിട്ട് അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സഹോദരനെ കൊന്നല്ലോ, അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ആ ഒരു സാത്താനെ പൂജിക്കേണ്ടത് അവളാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരെല്ലാരും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് അവളോട് പറയാണ്. ഇതൊക്കെ കേട്ട് അവളാകെ കിളി പാറി സങ്കടപ്പെട്ട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങനെ കേട്ടിരുന്നു പോവാണ്. എന്തായാലും അവള് ഈ ഒരു സാത്താന് വേണ്ടി ദുർക്കർമ്മങ്ങൾ ചെയ്യുമെന്ന് അറിയത്തില്ല. അത് ഈ സിനിമയിൽ കാണിക്കുന്നില്ല. എന്തായാലും ചെയ്യത്തില്ല എന്ന് തന്നെ വിചാരിക്കാം. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ കമന്റ് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.